പ്രിയ വർഗീസിന്റെ നിയമനം നിയമവിരുദ്ധമല്ല എന്ന് കണ്ണൂർ സർവകലാശാല സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് സർവകലാശാല ഇക്കാര്യം വ്യക്തമാക്കിയത്. നിയമനത്തിൽ UGC മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. രാധാകൃഷ്ണനുണ്ട് ഡൽഹിയിൽ നിന്ന്. എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സർവകലാശാല ഇപ്പോൾ സുപ്രീം കോടതിയിൽ? കേരള ഹൈക്കോടതിയിൽ കണ്ണൂർ സർവകലാശാല പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ഈ സത്യവാങ്മൂലത്തിൽ ചെയ്തിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയുടെ ഈ വാദങ്ങൾ കേരള ഹൈക്കോടതി അംഗീകരിച്ചിരുന്നു. അതനുസരിച്ചാണ് പ്രിയ വർഗീസിന്റെ നിയമനം അത് അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനെതിരെ UGC ആണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മറുപടി സത്യവാങ്മൂലമായി ഇപ്പോൾ കണ്ണൂർ സർവകലാശാല ഇക്കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ. കണ്ണൂർ സർവകലാശാല പ്രധാനമായിട്ടും പറയുന്നത് UGCയുടെ എല്ലാ മാനദണ്ഡങ്ങളും അവർ പാലിച്ചിട്ടുണ്ട്. അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് പ്രിയ വർഗീസ് അർഹയാണ്, ചട്ടങ്ങൾ പ്രകാരം അർഹയാണ്. ഗവേഷക കാലയളവ് അധ്യാപക പരിചയത്തിൽ ഉൾപ്പെടും. അത് ആ വിധത്തിൽ പല കേസുകളും തങ്ങളുടെ മുന്നിൽ അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയ വർഗീസിന്റെ കേസിൽ മാത്രം അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാറ്റം വേണമെന്ന വാദത്തിന് ഒരു അർത്ഥവുമില്ല എന്നാണ് സർവകലാശാല പറയുന്നത്. FDP പ്രകാരമുള്ള ഗവേഷണ കാലയളവാണ് പരിഗണിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടുന്നു കണ്ണൂർ സർവകലാശാല. ഒപ്പം സ്റ്റുഡന്റ് ഡീനായി പ്രവർത്തിച്ച കാലയളവ്, ആ കാലയളവ് സംബന്ധിച്ചിട്ടുള്ള കാര്യവും കണ്ണൂർ സർവകലാശാല ഈ മറുപടി സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് പ്രിയയ്ക്ക് യോഗ്യത നൽകുന്നു എന്നാണ് കണ്ണൂർ സർവകലാശാല പറയുന്നത്. ഈ UGCയുടെ സമർപ്പിച്ച അപ്പീലിലാണ് കണ്ണൂർ സർവകലാശാല ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി പ്രിയ വർഗീസിനെ സംരക്ഷിക്കുന്ന വിധത്തിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകി.